അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്ത്, 100% സത്യമെന്ന് അല്ല ഉറപ്പുള്ള കാര്യം മാത്രമേ നമ്മൾ സമൂഹത്തോട് പറയാൻ പറ്റുകയുള്ളൂ, സംവദിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ സത്യം 95% പേരും ഒരുപക്ഷെ അംഗീകരിച്ചിരിക്കാം. എന്നാൽ 5% അത് കളവാണെന്ന് പറഞ്ഞേക്കാം, പ്രചരിപ്പിച്ചേക്കാം. അത് നമ്മൾ വകവയ്ക്കേണ്ടത് ഇല്ല എന്നർത്ഥം. എന്നാൽ നമുക്കറിയാം 100% ശുദ്ധ അസംബന്ധമാണ്, കളവാണ് എന്ന് ഉറപ്പുള്ള കാര്യം സമൂഹത്തോട് പറയുമ്പോൾ, അതല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ 95% അത് തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ 5% ആളുകൾ മാത്രം അത് സത്യമായി അംഗീകരിച്ചിരിക്കാം, വിശ്വസിക്കാം, അതിനെ ഉൾക്കൊള്ളാനും സാധ്യതയുണ്ട്. ഈ ഒരു 5%ന്റെ വിശ്വാസത, അംഗീകാരം കാണുമ്പോൾ ഈ കളവ് പ്രചരിപ്പിച്ചവന്റെ മുഖത്തുണ്ടാകുന്ന ആ വിരിഞ്ഞു വരുന്ന സന്തോഷം എത്രയായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. കുറച്ചു പേരെങ്കിലും താൻ കളവെന്ന് ഉറപ്പിച്ച കാര്യം സത്യമാണെന്ന് അംഗീകരിച്ചുവല്ലോ എന്ന സന്തോഷത്തിലാണ് അവൻ. ചിന്തിക്കുക, ഈ ഒരു സന്തോഷം, ഈ ഒരു ആഹ്ലാദം തനിക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ താൻ ചിന്തിക്കുക, താൻ കാരണം സമൂഹത്തിൽ വരുത്തി വച്ചിരിക്കുന്ന അപകടങ്ങൾ എത്രയാണ്. ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ കളവുകൾ അനവധിയാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുമൂലം സമൂഹത്തിലുണ്ടാകുന്ന അപകടങ്ങൾ, പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ പ്രചരിപ്പിക്കുന്നവൻ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അവനൊരു പക്ഷേ ആ കളവ് പ്രചരിപ്പിച്ചത് കൊണ്ട് ചെറിയൊരു നൈമിഷികമായൊരു സന്തോഷം ലഭിച്ചേക്കാം. പക്ഷേ ആ സന്തോഷം എത്ര കാലം അവനെ നിലനിർത്താൻ പറ്റുമെന്ന് അവൻ ചിന്തിക്കുന്നില്ല. അത് മാത്രമല്ല, അത് പതിറ്റാണ്ടുകളോളം ആ കളവ് സത്യമാണെന്ന് പ്രചരിപ്പിക്കാൻ എടുക്കുന്ന കളവുകൾ എത്രയായിരിക്കാം. ഇതിന്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ ആരായിരിക്കണം ഏറ്റെടുക്കേണ്ടത്? ഈ കളവ് പ്രചരിപ്പിച്ചവനല്ലേ? അവനത് ഏറ്റെടുക്കുമോ? ഭൗതിക ജീവിതത്തിൽ അവൻ ഏറ്റെടുത്തില്ല എങ്കിൽ പോലും പാരത്രിക ജീവിതത്തിലേക്ക് അവൻ എത്തുമ്പോൾ തീർച്ചയായും അവൻ അത് ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നൈമിഷികമായ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ ദുഃഖത്തിന് വേണ്ടി നമ്മൾ ഒരു നിലക്കും കളവുകൾ പ്രചരിപ്പിക്കരുത്. നമുക്കതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് മനസ്സിലാക്കി നാം എപ്പോഴും സത്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കുക, സത്യങ്ങൾ മാത്രം പറയുക. കളവാണെന്ന് തോന്നിയാൽ ഉടനെ അത് നിർത്തുക, അത് പ്രചരിപ്പിക്കാതിരിക്കുക. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ജാഗ്രതരാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.